കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് ആണ് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോഡൈനാമിക്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ രണ്ട് ലാംഗ്വേജിലാണ്. അപ്പോൾ അതിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ഗ്രേഡിയൻറ്റ്, ഡൈവർജൻസ്, കേൾ, പ്രോഡക്റ്റ് റൂൾസ്, ദെൻ പ്രോഡക്റ്റ് റൂൾസ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ ഏറ്റവും കോമ്പാക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഫോമിലാണ്. പക്ഷേ നമ്മൾ പല കാൽക്കുലേഷനുകൾക്കും പല ഡെറിവേഷൻസിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ്റഗ്രൽ ഫോമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ കാൽക്കുലസും നമുക്ക് വളരെ ഫെമിലിയർ ആവേണ്ടതുണ്ട്. പിന്നെ അടുത്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ കാൽക്കുലസ് ആണ്. ഇൻ്റഗ്രൽ കാൽക്കുലസ് സെഷൻ 1.3 ഇൻ പേജ് നമ്പർ 24. So there are mainly three kinds of integrals in electrodynamics. മൂന്ന് തരത്തിലുള്ള ഇൻ്റഗ്രൽസ് ആണ് അവിടെ കൺസിഡർ ചെയ്തത്. ലൈൻ ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രൽ ആൻഡ് വോളിയം ഇൻ്റഗ്രൽ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യത്തത് ലൈൻ ഇൻ്റഗ്രൽ സെഷൻ 1.3.1. ലൈൻ ഇൻ്റഗ്രൽ. A line integral is an expression of this form. Integral vector a to vector b along some prescribed path L v dot dl. ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇവിടെ ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഹിയർ വി എക്സ് കൊമ വൈ കൊമ ഇസഡ്, ജനറലി ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ്. ഇറ്റ്സ് എ വെക്റ്റർ ഫീൽഡ് ഓർ വെക്റ്റർ ഫംഗ്ഷൻ. വെക്റ്റർ ഫീൽഡ് ഓർ ഫംഗ്ഷൻ. ചിലപ്പോൾ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററുകൾ കാണുന്നത് ഒരുപക്ഷെ അത് ഇലക്ട്രിക് ഫീൽഡായിരിക്കാം, മാഗ്നറ്റിക് ഫീൽഡായിരിക്കാം. എനിവേ ഇറ്റ്സ് എ വെക്റ്റർ ഫംഗ്ഷൻ. Then dl. Vector dl is the infinitesimal displacement vector, that is dx x cap plus dy y cap plus dz z cap. Infinitesimal displacement vector. Then L. This L is the prescribed path. ഏത് പാത്തിൽ കൂടെയാണ് നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് വി വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം എ ടു ബി അലോങ് സം പാത്ത്. പാത്ത് സ്പെസിഫൈ ചെയ്യണം. ജനറലി ഈ പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ് ലൈൻ ഇൻ്റഗ്രൽ വരാം. ഏത് പാത്തിൽ കൂടെയാണ് പോകുന്നത് അതിനനുസരിച്ച് വേരി ചെയ്യും. ചില സ്പെഷ്യൽ കേസുകളിൽ ദാറ്റ് വിൽ ബി ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. അത് നമ്മൾ പിന്നീട് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്ന ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ വാല്യൂറ്റ് ചെയ്യുന്നത്, സപ്പോസ് വി ഹാവ് xy plane. We want to integrate a given vector function from the point a, vector a, to b along some path L. ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഓരോ പോയിന്റിലും അവിടെ ഇൻഫിനിറ്റിസൽ ലൈൻ എലമെൻറ്റ് ഡി എൽ എടുക്കുകയാണ്. അവിടെ ഈ വെക്റ്റർ ഫംഗ്ഷനായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു, ആഡ് ചെയ്ത് പോകുന്നു. സോ അതിന് ആണ് ഇൻ്റഗ്രേഷൻ ഈസ് ദി കണ്ടിന്യൂസ് സമ്മേഷൻ. അപ്പോൾ ഇതിന് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പ്രോബ്ലം, ഇറ്റ്സ് എ സോൾവ് പ്രോബ്ലം, എക്സാമ്പിൾ 1.6. ദ ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദി ഇൻ്റഗ്രൽ ഓഫ് വി. ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ വൈ സ്ക്വയർ എക്സ് ക്യാപ് പ്ലസ് 2x വൈ പ്ലസ് 1 വൈ ക്യാപ്. ഇപ്പോൾ രണ്ട് കമ്പോണൻ്റ് ഇതിലേ ഉള്ളൂ. ജനറലി മൂന്ന് കമ്പോണൻറ്റുകളുടെയും ഫംഗ്ഷൻ ആയിരിക്കാം. പക്ഷേ ഈ എക്സാമ്പിൾ രണ്ട് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെയും വൈയുടെയും കമ്പോണൻറ്റും എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. ആൻഡ് വി വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് ദിസ് ഫ്രം a 1 1 0 2 2 0. 1 1 0 means x component, y component, z component. അപ്പോൾ രണ്ടിലും z component 0 ആണ്. അതിനർത്ഥം എക്സ് വൈ പ്ലെയിനിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ലെറ്റ് ദിസ് ബി എക്സ് ആൻഡ് വൈ ആക്സസ് 0 1 2 1 2. നമുക്ക് എവിടെ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 1 1 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1, ഈ പോയിന്റ്. സോ ദിസ് ഈസ് അവർ പോയിന്റ് എ. And integrate from 1 1 to 2 2, y equal to 2, x equal to 2. So this is our point 2 2. This is vector b. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാത്ത് പറയണം, പാത്ത് പ്രിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് പാത്തുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു പാത്ത് ഫ്രം എ ടു ദിസ് പോയിന്റ് and from here to this. So let me call this path as path 1. And we will also consider another line integral along this particular path. So this let me call
as 2, path 2. അപ്പോൾ പാത്ത് നമുക്ക് ആദ്യം പാത്ത് 1 എങ്ങനെ സോൾവ് ചെയ്യുക, എങ്ങനെ ലൈൻ ഇൻ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ദിസ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഈസ് ഫ്രം a to b along path 1 v dot dl. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ ഇൻ്റഗ്രൽ പാത്ത് 1നെ ഞാൻ 2 സെഗ്മെൻ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ഞാൻ ഒരു സെഗ്മെൻ്റായിട്ടും ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു സെഗ്മെൻ്റായിട്ടും കൺസിഡർ ചെയ്യുന്നു. സോ ടോട്ടൽ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ഇൻ്റഗ്രൽ ഫ്രം എ ടു ഹിയർ ആൻഡ് ഫ്രം ഹിയർ ടു ബി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. So let me call this segment as P and this segment as Q. So integral segment P, integral segment Q. So integral P v dot dl plus integral segment Q v dot dl. So let it be equation 1. അപ്പോൾ ഈ രണ്ട് സെഗ്മെൻറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാല്യൂറ്റ് ചെയ്യാണ്. ഫസ്റ്റ് സെഗ്മെൻറ്റ് P. സോ ഇൻ്റഗ്രൽ P v dot dl ആണ് നമുക്ക് ആദ്യം വാല്യൂറ്റ് ചെയ്യേണ്ടത്. സോ ഫോർ ദിസ് സെഗ്മെൻറ്റ് dl is equal to, what is dl? dl is equal to dx x cap plus dy y cap plus dz z. ജനറലി dl 3 കമ്പോണൻ്റ് ഉണ്ട്. പക്ഷേ ഈ എക്സാമ്പിളിൽ നോക്കുക, ഞാൻ ഈ പോയിന്റിൽ സെഗ്മെൻറ്റ് P എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ വാല്യൂസാണ് മാറുന്നത്? ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഞാനിവിടെ മൂവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് dx കിട്ടും. വാട്ട് അബൌട്ട് y? y is constant അല്ലേ? ഈ ഒരു പാത്തിൽ കൂടെ പോകുമ്പോൾ y ചേഞ്ച് ചെയ്യുന്നില്ല. ഹിയർ ത്രൂ ഔട്ട് ദിസ് പാത്ത് y is 1, y is constant. So what is dy? dy is 0. And what about dz? എൻ്റെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന xy പ്ലെയിനിലാണ്. സോ ദർ വോണ്ട് ബി എനി z കമ്പോണൻറ്റ്. സോ dz is also 0. So I can write dl is equal to dx x cap. Since dy ഈക്വൽ ടു dz is equal to 0. ഈ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വൈക്കും ഇസഡിനും ചേഞ്ച് ചെയ്യുന്നില്ല, ഡി എക്സ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ഡി എക്സ് എക്സ് ക്യാപ്. ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രം, ഫസ്റ്റ് ടൈം മാത്രം ഡി എക്സ് എക്സ് ക്യാപ്. നൗ ഓൾസോ വി ഹാവ് വൈ ഈക്വൽ ടു ത്രൂ ഔട്ട് ദിസ് പാത്ത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? ഇവിടെ വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. വൈയുടെ വാല്യൂ എത്രയാണ്? ഇതാണ് വൈ ആക്സിസ്. വൈയുടെ വാല്യൂ വരുന്നത് 1 ആണ്. സോ ഈ പാത്തിൽ എനിക്ക് y ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഞാൻ ഈ ഇൻ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാണ്. സോ therefore integral v dot dl equal to integral along this path P, along the segment P. Then what is v? v is this vector from given vector function y square x cap plus 2x y plus 1 y cap dot v dot dl. What is dl? So for this segment dl is dx x cap dot dx x cap. So this is equal to dot product എടുക്കുമ്പോൾ കമ്പോണൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, എക്സ് കമ്പോണൻറ്റിൻ്റെ. സോ ഇവിടെ എക്സ് കമ്പോണൻറ്റ് കോയിഫിഷ്യൻറ്റ് വൈ സ്ക്വയർ. ഹിയർ ഡി എക്സ് സെക്കൻഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് എക്സ് ക്യാപ്പ് ആണ്, ഡി എൽ ആണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് കോയിഫിഷ്യൻറ്റ് ഓഫ് എക്സ് കമ്പോണൻറ്റ് ഈസ് ഡി എക്സ് പ്ലസ് ദെൻ വൈ കമ്പോണൻറ്റിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ വൈ കമ്പോണൻറ്റ് ഇല്ല. സോ ദർ വോണ്ട് ബി എനി വൈ കമ്പോണൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഉണ്ടാവില്ല. സോ ദിസ് ഈസ് സിംപ്ലി y square dx. So this is equal to integral. So here the integration variable is dx. അപ്പോൾ എക്സിൻ്റെ വേരിയേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ലിമിറ്റുകൾ കൊടുക്കുമ്പോൾ എക്സിൻ്റെ വേരിയേഷനാണ് കൊടുക്കേണ്ടത്. സോ എക്സ് ഈക്വൽ ടു എക്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ സെഗ്മെൻറ്റിൽ ഇവിടെ വരെയാണ് പോകുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. എവിടെ വരെയാണ് പോകുന്നത്? എക്സ് ഈക്വൽ ടു 2. സോ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 1 to 2. സോ ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സ് ഈക്വൽ ടു 1 to 2. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൈ. വൈ എത്രയാണ്? ഈ സെഗ്മെൻറ്റിന് വൈ ഈക്വൽ ടു 1 ആണ്. സോ 1 സ്ക്വയർ ഡി എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഡി എക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ്. ദെൻ ലിമിറ്റ് 1 to 2. സോ ദിസ് ഇസ് ഈക്വൽ ടു 1, 2 minus 1 is equal to 0. ഈ സെഗ്മെൻറ്റിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കിട്ടി. ദിസ് ഈസ് 0. സോ ലെറ്റ് മീ കോൾ ദിസ് ആസ് സം ഇക്വേഷൻ A. Equation A. So similarly we can consider segment B. Sorry, segment Q. The integration is from here to here. So here integral
through the segment Q V dot dl. So what is dl here? dl, we are going from this point to this here. So dl is equal to, generally dl is equal to dx x cap plus dy y cap plus dz z cap. So what is dx here? നമ്മൾ പോകുന്നത് ഈ വഴിയിലാണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 2 ആണ്. ത്രൂ ഔട്ട് ദിസ് പാത്ത് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഡി എക്സ് ഈക്വൽ ടു 0. ദെൻ ഡി സെഡ് നമ്മൾ എക്സ് വൈ പ്ലെയിനിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡി സെഡ് ഈസ് ഓൾസോ 0. പിന്നെ എന്താ പറയുന്നത്? ഈ പാത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് വൈയുടെ വാല്യൂ മാത്രമാണ്. സോ വി വാണ്ട് ടു കൺസിഡർ ഡി വൈ ഓൺലി. സോ ദിസ് ഈസ് ഡി വൈ വൈ cap. വൈ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഓൾസോ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഈ പാത്തിൽ നിന്ന് ഈ പാത്ത് വരെ പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ്. സോ വി ക്യാൻ ടേക്ക് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ഫോർ ദിസ് പാത്ത്. സോ ദിസ് ഇൻ്റഗ്രൽ ക്യാൻ ബി വാല്യൂറ്റഡ്. So line integral for the segment Q v dot dl is equal to v is y square x cap plus 2x y plus 1 y cap dot dl. dl for this segment it is dy y cap. So this is equal to dot product എടുക്കുമ്പോൾ x cap dot y cap 0. First term 0 ആണ്. Second term, this term y cap dot y cap is 1. So take the coefficient, product of coefficients. So this is integral q 2x y plus 1 dy, product of coefficient of y components. So here this is equal to integral. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ വേരിയബിൾ എന്താണ്? dy. അപ്പോൾ dy എങ്ങനെയാണ്, y എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? y varies from ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കാണ് നമ്മൾ സെഗ്മെൻറ്റ് ക്യൂവിൽ പോകുന്നത്. സോ ഇവിടെ വൈയുടെ വാല്യൂ 1 ആണ്. 1ൽ നിന്ന് 2 വരെയാണ് വേരി ചെയ്യുന്നത്. സോ ഇൻ്റഗ്രേഷൻ ഈസ് ഫ്രം y ഈക്വൽ ടു 1 to 2. y equal to 1 to 2. Then we have x equal to 2 for this segment. Substitute for x. So this is 2 into 2 y plus 1 dy is equal to integral 1 to 4 times integral 1 to 2. 4 is taken outside. Y plus 1 dy. ഇവിടെ രണ്ട് ടേം വരും. 4 times ഫസ്റ്റ് ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y square by 2 plus second term y between the limit 1 to 2. So this is equal to 4 times upper limit 2 square by 2 plus 2 minus lower limit 1 square by 2 minus 1. So this is equal to 4 times. So this is half plus 2 minus half minus 1. So this is 2.5. So this is equal to 10. So let it be equation B. So for the first path we are integrating from A to B through this path. ആ പാത്തിനെയാണ് നമ്മൾ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് വെച്ചിരുന്നത്. സോ ഇക്വേഷൻ 1 total integral A to B along path 1 is equal to V dot dl equal to integral over P plus integral through Q. So this is equal to integral over P through P is the value. Sorry, this is 1 actually. 1. 2 minus 1 is 1. Equation A. So equation A will substitute we get integral over P is 1. So 1 then plus integral over Q. Integral over Q is equation B. So from B we get 10. So this is 11. അപ്പോൾ ഈ ഒരു വെക്റ്റർ ഫംഗ്ഷന് വെക്റ്റർ ഫംഗ്ഷനെ എ ടു ബി ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്താൽ ഈ പാത്ത് 1ൽ കൂടെ നമ്മൾ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 11 ആണ് കിട്ടുന്നത്. ഓക്കെ, now let us take the second path for path 2. So for path 2 v dot dl equal to y square. What is v? V is given vector function y square x cap plus 2x y plus 1 y cap dot dl is generally dx x cap plus dy y cap plus dz z cap. This is equal to x cap dot x cap coefficient, product of coefficient.
y square dx plus product of y coefficients 2x y plus 1 dy plus product of z coefficient. So here there is no z coefficient, so there won't be any z component. Third term is 0. Okay. Now you can see, so the strategy is ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ വരുന്നുണ്ട്, y ഉണ്ട് എക്സും ഉണ്ട്. അപ്പോൾ ആസ് സച്ച് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പാത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി ഇറ്റ്സ് എ 45-degree ലൈൻ ഫ്രം ത്രൂ ദിസ് വേ. ഒരു 45-degree ലൈനാണ്. സോ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഈക്വൽ ടു വൈ. അതായത് 1 1 എന്നുള്ള പോയിൻറ്റ്, എക്സ് 1 ആണെങ്കിൽ y 1, എക്സ് 2 ആണെങ്കിൽ y 2. ഇതിനപ്പുറത്തൊരു പോയിൻറ്റ് കൺസിഡർ ചെയ്യാനുള്ള 3ക്ക് കറസ്പോണ്ടിങ് ഇവിടെ 3 കിട്ടും. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ പാത്തിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിന് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സ് ഈക്വൽ ടു വൈ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫോർ ദിസ് പാത്ത് വി ഹാവ് ഫോർ പാത്ത് 2 x equal to y, so we can write dx equal to dy. Okay, so therefore v dot dl equal to what is that? y square dx. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ഇതിലേക്ക് എല്ലാത്തിനും ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എക്സിൻ്റെ ടൈമിലേക്ക് എല്ലാത്തിനും മാറ്റി എഴുതാൻ പോവാണ്. സോ y square dx. അപ്പോൾ y സ്ക്വയറിന് പകരം we know for the path 2 x equal to y. സോ y സ്ക്വയറിന് പകരം ഞാൻ x സ്ക്വയർ എന്നാണ്. x square dx plus 2x y plus 1. Y is equal to x, so x plus 1, then dy ക്ക് പകരം dx. എല്ലാം എക്സിൻ്റെ ടൈമിലേക്ക് എഴുതാം. So this is equal to x square dx plus 2x square. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 2x square plus 2x dx. So this is equal to x square this is x square dx plus 2x square dx. So 3x square plus ഇവിടെ 2x ഉണ്ട്, 2x times dx. Now we can integrate from a to b v dot dl along path 2 is equal to, അപ്പോൾ നമ്മളെല്ലാം ഇൻ്റഗ്രേഷൻ വേരിയബിൾ എല്ലാം എക്സിലേക്ക് മാറ്റിയിരിക്കുകയാണ്, ഡി എക്സ് ആണ്. അപ്പോൾ ഡി എക്സിൻ്റെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. എക്സ് ഈക്വൽ ടു എക്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകുമ്പോൾ എക്സ് ചേഞ്ച് ചെയ്യുന്നത് 1ൽ നിന്ന് 2ലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ് ഫ്രം എക്സ് ഈക്വൽ ടു 1 to എക്സ് ഈക്വൽ ടു 2. So from x equal to 1 to 2, then v dot dl is 3x square plus 2x dx. So this is equal to first term x square dx. So 3x square divided by 3. Sorry, x cube divided by 3. So 3 is here. 3 into x cube divided by 3 plus 2 into integral x dx. That is x square by 2 between the limit 1 to 2. So this is equal to x cube plus x square between limit 1 to 2. So this is equal to 2 cube plus 2 square minus 1 cube minus 1 square. This is equal to 8 plus 4 minus 1 minus 2, that is 10. So see, for path 1 നമുക്ക് എത്രയാണ് കിട്ടിയത്? പാത്ത് 1ൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് 2 സെഗ്മെൻ്റ് ആയിട്ട് തിരിച്ച് 1 + 10 11 ആണ് കിട്ടിയത്. പാത്ത് 2 കൂടെ പോയപ്പോഴോ ഫ്രം എ ടു ബി പാത്ത് 2. സോ വി ഗോട്ട് ദി ആൻസർ 10. For path 1 the integral is 11. For path 2 integral is 10. So line integral is generally path dependent. ഏത് പാത്തിൽ കൂടിയാണ് പോകുന്നത്, ഞാൻ ഈ പാത്ത് എടുക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിരിക്കും ആൻസർ. ലൈൻ ഇൻ്റഗ്രൽ ഈസ് ജനറലി പാത്ത് ഡിപ്പെൻഡൻറ്റ്. സോ ദർ ഈസ് സം സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫങ്ഷൻസ് whose line integral is independent of, if line integral is independent of path taken, such functions are called conservative functions. Conservative functions or
ഫീൽഡ്സ് ഒരു ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് കൺസർവേറ്റീവ് ഫങ്ഷൻസ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൺസർവേറ്റീവ് ഫീൽഡ്സ് ആണ്. സോ അങ്ങനെ കൺസർവേറ്റീവ് ഫീൽഡുകളാണ് വരുന്നതെങ്കിൽ ഏത് പാത്തിൽ കൂടെ നമ്മൾ 1 ആയിക്കോട്ടെ, ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് എ എന്ന് ബിയിലേക്ക് ഒരു പക്ഷേ ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഈ ഒരു പാത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഈ ഒരു പാത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഏത് പാത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും അതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ടേക്കൺ. ഏത് പാത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും എനിക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സച്ച് ഫീൽഡ്സ് ആർ കോൾഡ് കൺസർവേറ്റീവ് ഫീൽഡ്സ്. അത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡിൽ വരുന്നതാണ്. Now for conservative force, suppose I am integrating from here to here, from integral, this is A, this is B. I am integrating from A to B and again from B to A. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആവുകയാണെങ്കിൽ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ സച്ച് ലൈൻ ഇൻ്റഗ്രൽസ് ആർ കോൾഡ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽസ്. അപ്പോൾ അത്ര ലൈൻ ഇൻ്റഗ്രൽ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഇൻ്റഗ്രൽ സൈൻ കൊടുത്തിട്ട് അവിടെ ഒരു ക്ലോസ്ഡ് സർക്കിളും കൂടെ എടുക്കണം. ദിസ് മീൻസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ. സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എൽ. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എൽ ജനറലി അത് നോൺ സീറോ വാല്യൂ ആയിരിക്കാം. പക്ഷേ ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്സ് ദിസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ സീറോ. എങ്ങനെയാണ് വരുന്നത്? ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് എനിക്ക് കിട്ടിയത് ഒരു 5 ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 5 ആണ്. പക്ഷേ ലിമിറ്റ് ബി ടു എ ആയതുകൊണ്ട് എനിക്ക് കിട്ടാം -5 ആണ്. കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ പാത്ത് ലൈൻ ഇൻ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ടേക്കൺ. സോ ടോട്ടൽ ഇൻ്റഗ്രൽ ഫ്രം ഹിയർ ടു ഹിയർ 5, ഫ്രം ഹിയർ ടു ഹിയർ -5. സോ ടോട്ടൽ ഇൻ്റഗ്രൽ ഈസ് 0. സോ ഫോർ കൺസർവേറ്റീവ് ഫീൽഡ്സ് line integral is independent of path or closed line integral v dot dl is 0. So another example, നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ലൈൻ ഇൻ്റഗ്രൽ ഉപയോഗിക്കുന്ന വേറൊരു എക്സാമ്പിളാണ് ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോഴ്സ് എഫ് ഈസ് ഡിഫൈൻഡ്, വർക്ക് ഡൺ ഈസ് ഡിഫൈൻഡ് ആസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എൽ. നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ പറയുക. ബട്ട് ഈസ് ആക്ച്വലി വെക്ടർ നൊട്ടേഷനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ. അപ്പോൾ ഏത് പാത്തിൽ കൂടെയാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും വർക്ക് ഡൺ. ഒരാൾ ഈ പാത്തിൽ കൂടെ പോവുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് വലിയ പാത്തിൽ കൂടെ പോവുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ജനറലി വർക്ക് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ടേക്കൺ. ബട്ട് ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ ഇലക്ട്രിക് ഫോഴ്സോ പോലെയുള്ള ഫോഴ്സുകളാണെങ്കിൽ ഏത് പാത്തിൽ കൂടെ പോയാലും നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് സെയിം ആയിരിക്കും. So that is special about electric and electromagnetic force and gravitational force.